ഹലോ ഗൈസ്, വെൽക്കം. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേ സൈക്കിള്. അയ്യോ, എന്നോട് ഇങ്ങനെ വീഡിയോ കാണുന്നവരൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങനെ എപ്പോഴും മുടിയല്ലേ ഇങ്ങനെ ചെയ്യല്ലേ ഇത്. പക്ഷെ എന്തോ കൈ ഓട്ടോമാറ്റിക് അഗൂട്ടിക്ക് പോവുക, സെറ്റാക്കാം നമുക്ക്. അപ്പോൾ ആ സൈക്കിൾ ഇങ്ങനെ കുറേ നാളായിട്ട് ഞാൻ റെഡിയാക്കാണ്ട് വെച്ചിട്ട് അവിടെ ഇരിക്കില്ലേ. ഞാൻ അതിൻ്റെ കാര്യം പിന്നെ നോക്കാറുമില്ല, അത് കുറേ നാളായിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇന്ന് അതെന്തായാലും റെഡിയാക്കാന്ന് വെച്ചു. അപ്പോൾ ഞാനത് റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യണം, ഞാനത് റെഡിയാക്കിയിട്ട് സെയിൽ ചെയ്താലോ എന്നാണ് ആലോചിക്കണേ. അത് കഴിഞ്ഞിട്ട് ആ വൈറ്റ് ബിറ്റ്വീൻ ഒന്ന് സെറ്റ് ചെയ്തിറക്കാം എന്നാണ് വിചാരിക്കണേ. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും. എന്തായാലും ആ വണ്ടി എന്തായാലും ഒന്ന് ശരിയാക്കി എടുക്കണം. കുറേ നാളെ അതവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് അതും എന്തോ ചെതല് പോലെ എന്തോ സാധനമൊക്കെ വന്ന് പിടിച്ചിട്ടുണ്ട്. വെറുതെ ഇരിക്കല്ല അത്. പിന്നെ ഇവിടെ എൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ ആൾക്കാരെ ഞാനും ആ സൈക്കിളിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ആ സൈക്കിൾ എടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാട്ടിത്തരാം. അവരുടെ എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചേക്കണേ. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെയൊക്കെ കണ്ട ഏതാണ്ട് ജീവിയുടെ കൂടം കണ്ടാന്ന് തോന്നുന്നു. എന്തിട്ട് തേങ്ങയാണത്. പിന്നെ അതിന് വല്ല തേനീച്ചെങ്ങാനും ഉണ്ടാവോ. വണ്ടി എന്തായാലും സെറ്റ് ചെയ്ത് ഞാൻ ഇതുമത്തെ ബ്രേക്കൊക്കെ ഊരിയെടുത്തു കിട്ടാ. ബ്രേക്കിൻ്റെ ഷൂസൊക്കെ ഞാൻ ഊരിയെടുത്തു. ഈ വണ്ടി എന്തായാലും വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഷൂ ഒക്കെ ഊരിയെടുത്തിട്ട് ഞാൻ എൻ്റെ മറ്റേ വൈറ്റ് ബിറ്റ്വീൻ വെച്ച് എന്തായാലും ഇന്ന് ഈ വണ്ടി സെറ്റ് ചെയ്തെടുക്കും നമ്മൾ. ഇതൊക്കെ പണിക്കാരുടെ സാധനങ്ങളാട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫ്രണ്ടിൽ റോഡ് പണി നടക്കുക. അപ്പോൾ അവരുടെ സാധനങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മുടെ സാധനങ്ങളാണ് കേട്ടോ. അയ്യോ, അപ്പോൾ ഇത് റെഡിയാക്കണം. എന്തായാലും ഈ വണ്ടി നമ്മൾ റെഡിയാക്കി എടുക്കണം എന്നാണ് പ്ലാൻ. എന്തായാലും ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വണ്ടി ഒന്ന് പുറത്തേക്ക് എടുക്കട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇതിൽ കാണാൻ പറ്റും തോന്നുന്നു. ഇതിൽ വെക്കാനുള്ള സ്റ്റെമ്മ് മേടിക്കണം. പിന്നെ ഹാൻഡിൽ ഇവിടെ നിന്ന് കിട്ടണ ലോക്കൽ ഹാൻഡിൽ വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല, ചിലപ്പോൾ ബലം ഉണ്ടാവില്ല. അതായത് പിന്നെ നല്ലൊരു ഹാൻഡിലും മേടിച്ച് വെക്കണം. അതൊരു സെറ്റാക്കണം. ഇതിലുണ്ടായിരുന്ന ടയറും റിമ്മൊക്കെ ഞാൻ എൻ്റെ മറ്റേ ബിറ്റ്വീൻ ഇട്ടു. ഇതുമത്തെ റിമ്മ് ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം. സ്പോക്സൊക്കെ ഭയങ്കര ലൂസായിട്ട് എടുക്കുമായിരുന്നു. ഈ അടുത്ത് സെറ്റ് ചെയ്ത് മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം എന്താണോ അതിൻ്റെ സ്പോക്സൊക്കെ ഭയങ്കര ലൂസായിട്ട് എടുക്കണം. ഞാൻ ഇപ്പോൾ കാട്ടിത്തരാം ഒരു സെക്കൻഡ്. ഗൈസ്, ഇതാണ് നമ്മുടെ ബിറ്റ്വീൻ എടുക്കേണ്ട റിമ്മ്. ഇതിൻ്റെ സ്പോക്സൊക്കെ ഉണ്ടാ, എല്ലാ സ്പോക്സും ഭയങ്കര ലൂസായിട്ട് എടുക്കണേ. എല്ലാ സ്പോക്സും ഇങ്ങനെയാണ്. ഭയങ്കര ലൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂസാണ്. അപ്പം ഇത് കാരണം ബിറ്റ്വീൻ വന്ന് ഇത് ഊരിയിട്ട് അതുമ്പോൾ എടുക്കണ്ടായിരുന്നു. ഞാൻ അടുത്ത് ബിറ്റ്വീൻ ഇട്ടു. അപ്പോൾ നമുക്ക് പിന്നെ ഇപ്പം എന്തായാലും ഷോപ്പിലേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ, സ്റ്റെമ്മും സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഷോപ്പിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റെമ്മൊക്കെ മേടിച്ച് വന്നു. സാധാ ഒരു സ്റ്റെമ്മ് മേടിച്ചാണ്. ഹാൻഡിൽ നമ്മൾ ബിറ്റ്വീൻ്റെ ഹാൻഡിൽ വെക്കാന്ന് വിചാരിച്ചാൽ അതിനാകുമ്പോൾ നല്ല ബലമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റണ്ടൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒടിയൊന്നുമില്ല. അല്ലാണ്ട് ഇവിടുത്തെ സാധാ ഹാൻഡിലൊക്കെ മേടിച്ചാൽ ചിലപ്പോൾ പെട്ടെന്ന് ഒടിയായിരിക്കും. ഇതാകുമ്പോൾ ബിറ്റ്വീൻ്റെ ഹാൻഡിൽ വെക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല, അതിനൊക്കെ നല്ല ബലം ഉണ്ടായിരിക്കും. അപ്പോൾ ഹാൻഡിൽ എന്തായാലും അത് വെക്കാം. സ്റ്റെമ്മ് നമ്മളിപ്പോൾ ഇത് വെക്കാം. എന്നിട്ട് ഇന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് ഇറക്കണം വണ്ടി.
ബിറ്റ്വീൻ വന്ന് ഹാൻഡിൽ ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടായിട്ട് മറ്റേതുമ്പോൾ ഫിറ്റ് ചെയ്യാൻ പോവുക. ഇപ്പം എന്നിട്ടുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ ശരിയാക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ മറ്റേ സൈക്കിളിൻ്റെ പാർട്സ് ഊരി വെച്ചു. എന്തായാലും ഞാൻ ബിറ്റ്വീൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കും. ഇതിപ്പോൾ പെട്ടെന്ന് ഈ സൈക്കിള് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നല്ല ഹാൻഡിലും ആണല്ലോ, അപ്പോൾ ഇത് അതുമ്പോൾ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ഊരിയെടുത്തതാണ്. അയ്യോ, സ്പാനർ എടുക്കാൻ മറന്നുപോയി. ഞാൻ പോയി എന്നാൽ സ്പാനർ എടുത്തിട്ട് വരാം. സ്പാനർ എടുക്കാണ്ട് പോയി, സ്പാനറും അല്ലെങ്കിൽ. പിന്നെ ഈ റിമും ടയറൊക്കെ മറ്റേ വണ്ടി ഇടുക, അതും ഊരിയെടുക്കാം. ഇപ്പോൾ ആ സൈക്കിൾ ശരിയാക്കാൻ വേണ്ടി ഈ സൈക്കിളൊക്കെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ. പിന്നെ നമുക്കിത് കൊണ്ടുപോയിട്ട് മറ്റേ വണ്ടിയുമ്പോൾ ഫിറ്റ് ചെയ്യാം. ഇതെൻ്റെ വീടും അത് വെല്ലുമിച്ചിട്ട് ഇവിടെ. ഞാൻ വെല്ലുമിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടാണ് എൻ്റെ സൈക്കിളിൻ്റെ പണികളൊക്കെ ചെയ്യാറ്. പിന്നെ അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ റോഡിൻ്റെ പണി കാരണം ഇവിടെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ മറ്റേ സൈക്കിൾ ഇരിക്കണത്. ഇവിടെ ഭയങ്കര വഴുക്കല്ല. ഞാൻ ഇപ്പോൾ ഇറങ്ങണ വഴിക്ക് വീഴാൻ പോയത്. ഞാൻ വിചാരിച്ചു ചത്തുന്ന്, ജസ്റ്റ് മിസ്സായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ തലടിച്ച് കിടന്നാണ്. ദൈവഭാഗ്യം കൊണ്ട് വീണില്ല. നമ്മളിപ്പോൾ ഈ ഹാൻഡിൽ ഇപ്പോൾ ഈ വണ്ടി മിനി ഫിറ്റ് ചെയ്യാൻ പോവുക. ഇത് ഞാൻ ഇനി സെറ്റാക്കിയിട്ട് കാണിക്കാം. സെറ്റാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, എനിക്ക് തന്നെ ആകെ പ്രാന്തായി തുടങ്ങി. അപ്പോൾ ഞാനിത് മൊത്തം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഇനി കാണിക്കാം. ഗൈസ്, ഇതിപ്പോൾ ഈ സൈക്കിൾ ഇപ്പോൾ സെറ്റാക്കി, ഇതൊന്നും ടൈറ്റ് ആക്കിയിട്ടില്ല, ടൈറ്റ് ആക്കണം. പക്ഷേ ഇതിപ്പോൾ എന്തോ ഭയങ്കര ചെറിയ സൈക്കിളായ പോലെ എനിക്ക് തോന്നുന്നു. 0 സ്റ്റെമ്മ് മാറ്റിയിട്ട് ഇങ്ങനത്തെ സ്റ്റെമ്മ് വെച്ച കാരണം കുറച്ചുകൂടി ഹൈറ്റ് കൂടി കാരണവും ചിലപ്പോൾ സീറ്റ് ഹൈറ്റ് കൂട്ടി വെച്ചാൽ റെഡി ആവുമായിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ കുറെ നാൾക്ക് ഇത്ര ചെറിയ സൈക്കിൾ ഞാൻ ചവിട്ടണം. എത്ര നാളാ ബിറ്റിയും ചവിട്ടിയതിൻ്റെ ഒരു ഇതാവുമായിരിക്കും. എന്തായാലും ഞാനൊന്ന് ടോട്ടലൊന്ന് സെറ്റ് ആക്കട്ടെ, എന്നിട്ട് ഞാൻ കാട്ടിത്തരാം. ഗൈസ്, വണ്ടി നമ്മളിപ്പോൾ പാർട്സ് ഒക്കെ ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ സ്റ്റെം വെച്ച കാരണം ലുക്ക് ഭയങ്കരമായിട്ട് മാറി. എനിക്ക് എന്തോ അത്രയ്ക്ക് അങ്ങോട്ട് ഇതിൻ്റെ ഭംഗി ഇപ്പം ഇഷ്ടപ്പെടുന്നില്ല. എന്തോ ഒരു അപാകത പോലെ തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും. എന്തായാലും ഇതിപ്പോൾ ചവിട്ടാനൊന്നും വേറെ പ്രശ്നമില്ല. പക്ഷേ ഇത് കുറേ നാൾ യൂസ് ചെയ്യേണ്ടി വെച്ചിട്ടാന്ന് തോന്നുന്നു. ഗിയറൊന്നും ഷിഫ്റ്റ് ആവാനില്ല. അപ്പോൾ അത് എന്തെങ്കിലും നോക്കണം. പിന്നെ ഫ്രണ്ട് ഗിയർ ഞാൻ വെച്ചിട്ടില്ല, അതുകൊണ്ട് പിന്നെ അതിൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. ബ്രേക്കിൻ്റെ കട്ട ഞാൻ ഊരി വെച്ചേക്കാം, അതിപ്പോൾ ഫിറ്റ് ചെയ്യണം. ഗിയറിൻ്റെ കാര്യം എന്തായാലും ഒന്ന് ശരിക്കൊന്ന് ചെക്ക് ചെയ്യേണ്ട വരും. എനിക്കറിയില്ല ഗിയറിനിപ്പോൾ എന്ത് ചെയ്യണമെന്ന്. ഞാൻ ഒരു കാര്യം വിട്ടുപോയി. ഇത് ഞാൻ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സാധനം കളഞ്ഞില്ലേ. അയ്യോ, എന്ത് വിട്ടത്? എന്തിട്ട് സാധനം? തമ്പുരാനെ, ഇതെന്തിട്ടാണാവോ? വേണ്ടായിരുന്നു. ഞാനൊരാളുടെ കുടുംബം നശിപ്പിച്ചു ഗൈസ്. ഞാൻ അവരുടെ വീട് നശിപ്പിച്ചു. ക്രൂരനായ മെസ്. ഗായ്സ്, വണ്ടി ഫുള്ള് സെറ്റായിട്ട് ഗൈസ്. പ്രശ്നമില്ല. ഞാൻ മറ്റേ ഗിയറിൻ്റെ പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് കുഴപ്പമില്ല. ഞാനൊന്ന് നന്നായി ഒന്ന് ബലം കൊടുത്ത് ഷിഫ്റ്റ് ചെയ്തപ്പോൾ റെഡിയായി. അത് കുറേ നാൾ ഉപയോഗിക്കാണ്ടിരുന്നപ്പോൾ വല്ല സ്റ്റക്ക് വന്നു. അത് കുറേ നാളിങ്ങനെ യൂസ് ചെയ്യാണ്ടിരുന്നിട്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ വേറെ പ്രശ്നമൊന്നുമില്ല. ഗിയറൊക്കെ കറക്റ്റായിട്ട് ഷിഫ്റ്റ് ആവണ്ടായിരുന്നു. കാണാം, നേരത്തെ ഇത് 70 കയറുണ്ടായിരുന്നില്ല. ഇപ്പോൾ വേണ്ട, ഫസ്റ്റിലേക്കൊക്കെ എല്ലാത്തിലേക്കും മാറുന്നുണ്ട്. ഗിയർ സെറ്റായി. അപ്പോൾ സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് തന്നെ വണ്ടി സെറ്റാക്കണമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ സെറ്റാക്കാൻ പറ്റി. ആ ഗിയർ ഞാൻ വിചാരിച്ചു പണിയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ സീനില്ല, സാധനം ഒക്കെ സ്മൂത്തായി സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ബ്രേക്കും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രേക്കും കട്ടയ്ക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ പഴയതുപോലെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് കഴുകി എടുക്കണം വണ്ടി. കുറേ നാളായിട്ട് ആകെ ചെളിയൊക്കെ പിടിച്ചിരിക്കുക. ഞാൻ പിന്നെ മറ്റേതോ ജീവിയുടെ കൂടൊക്കെ കാട്ടിയില്ലേ, എന്നിട്ടാണ് പോട്ടെ, അത് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഫ്രണ്ട് ബ്രേക്ക് വെച്ചിട്ടില്ല കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് വെക്കാന്ന് പറയുമ്പോൾ അതിന് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട്. പിന്നെ ഇന്നിനിപ്പോൾ എനിക്ക് വയ്യ അവിടെ പോയി വേറെ പോയി മേടിക്കുക. ഞാൻ ഈ സ്റ്റെമ്മ് മേടിക്കാൻ പോയി ഇപ്പോൾ അതിൻ്റെ കാര്യം വിട്ടുപോയി. ഞാൻ എന്നിട്ട് വരണ വഴി കൂടെ എത്ര ഇപ്പോൾ ആലോചിച്ചേ.
അപ്പോൾ പിന്നെ തിരിച്ചു പോകാൻ ആകെ മടിയായി. ഇപ്പോൾ വണ്ടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കഴുകിയാൽ മതി. വണ്ടി ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് കാണാം, കഴുകിയിട്ട് കാണാം. ഞാനിപ്പോൾ തന്നെ വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി 70 ഇട്ടു. പിന്നെ ഫസ്റ്റിക്ക് ആവുണ്ടായിരുന്നില്ലേ, പിന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് വീണ്ടും ഫസ്റ്റിലാക്കി. സ്വിഫ്റ്റിന് ഇപ്പോഴും എന്തോ പ്രശ്നമുണ്ട്, എനിക്കറിയില്ല. എന്തായാലും വേറെ പ്രശ്നമൊന്നുമില്ല വണ്ടിക്ക്. പിന്നെ കുറച്ച് ലുക്ക് കുറഞ്ഞു വണ്ടിയുടെ. ഇങ്ങനത്തെ സ്റ്റെമ്മ് ഹാൻഡിലൊക്കെ വെച്ചപ്പോൾ ആകെ എന്തോ അപാകതയായ പോലെ. അതാണ് എൻ്റെ ഒരു വിഷമം. ഞാൻ ഒന്ന് കഴുകട്ടെ വണ്ടി, എൻ്റെ അങ്ങോട്ട് വിഷമം മാറട്ടെ. ഗൈസ്, നമ്മളിപ്പോൾ വണ്ടി കഴുകി വെച്ചിട്ടുണ്ട്. വണ്ടി കഴുകി ഇപ്പോൾ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല കഴുകണേക്കാൾ മുന്നേ കഴുകി കഴിഞ്ഞിട്ടും. ജസ്റ്റ് കാട്ടിയ. പിന്നെ എൻ്റെ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇവിടെ താഴത്ത് സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയ പാട് പോലെ തോന്നുന്നുണ്ടല്ലേ, അതെൻ്റെ ചില്ലൊന്ന് പൊട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഞാൻ തോന്നുന്നു അവിടെ. അത് എൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ടില്ല, ഡിസ്പ്ലേയുടെ മുകളിൽ ഒട്ടിച്ചങ്ങനെ ഗ്ലാസ് പൊട്ടി എൻ്റെ പോക്കറ്റിൽ നിന്ന് വീണപ്പോൾ. ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ട് ഓടിയതാ. എന്നാൽ ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് കണ്ടത് അവിടെ ഇങ്ങനെ ചെറിയൊരു പാട്. എന്നിട്ട് ഇപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഉണ്ട്. എന്താല്ലേ ഇങ്ങനെ പിടിക്കുമ്പോൾ കാണാനില്ലേ, ഇങ്ങനെ പിടിക്കുമ്പോൾ വരുന്നുണ്ട്. അതെന്താ അങ്ങനെയാവോ? അത് നൈസയില്. ഒരു ലേശം ആവേശം കൂടിപ്പോയത്. വേറെ ഒന്നും പറ്റിയൊന്നുമില്ല, ഓക്കെയാണ്. ശരി. അപ്പോൾ